ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മൗനരാഗത്തിന്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗംഗാപ്രസാദ് മാസ്ക് ഒക്കെ വെച്ച് ഇങ്ങനെ പുറത്തിറങ്ങിയിരിക്കുക. അപ്പൊ ബാക്കിയുള്ളവരോടൊക്കെ പറയുകയാണ്, ദേ ഇതാണ് ഓഡിറ്റോറിയം ചെറിയ ഓഡിറ്റോറിയം ആണ്. അതുകൊണ്ട് അധികം ആൾക്കാരും ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് ആ കാർത്തികയെയും അവളെ കെട്ടാൻ പോകുന്നവനെയും പിന്നെ കല്യാണിയെയും എല്ലാവരെയും തകർത്തടിക്കണം എന്നൊക്കെ ഗംഗാപ്രസാദ് ഇങ്ങനെ ആവേശത്തോടു കൂടി തന്നെ പറയണം. അത് പിന്നെ നമ്മൾ ഏറ്റല്ലോ, നമ്മൾ അതിനു വേണ്ടി തന്നെയാണല്ലോ ഇറങ്ങിയിരിക്കുന്നത്. നമ്മളെ കബളിപ്പിച്ചുകൊണ്ട് കാർത്തികയുടെ കല്യാണം നടത്താമെന്നായിരുന്നു അവരുടെ വിചാരം. പക്ഷേ അതെല്ലാം നമുക്ക് തകർത്തടിക്കണമല്ലോ ഗംഗേട്ട എന്നൊക്കെ ഇങ്ങനെ എന്നോട് പറയണം. അതെ, നമ്മളെ തകർത്തുകൊണ്ട് നമ്മളെ പറ്റിച്ചുകൊണ്ട് അവൻ മീഡിയക്കാരുടെ മുന്നിൽ പറഞ്ഞു ഈ കല്യാണം നടക്കില്ലേ, ഈ കല്യാണത്തിൽ നിന്ന് താൻ പിന്മാറിയെന്ന്. പക്ഷേ അതെല്ലാം നമ്മളുടെ കണ്ണിൽ പൊടിയിടാനുള്ള അവൻ്റെ വേറൊരു തന്ത്രമായിരുന്നു. പക്ഷേ ഈ ഗംഗയോടാണ് അവൻ്റെ കളി. അവളുടെ അന്ത്യം എൻ്റെ കൈ കൊണ്ട് തന്നെയാണ്, അവളുടെ കഴുത്തിൽ അവൻ താലി കെട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗംഗ ഭയങ്കര ആവേശത്തോടു കൂടി തന്നെ അവിടുന്ന് ചെല്ലുകയാണ്. അങ്ങനെ രണ്ടുപേര് നേരെ ഇങ്ങനെ ഓഡിറ്റോറിയത്തിലേക്ക് കയറി വന്നിട്ടുണ്ടെപ്പോഴേക്കും രതീഷ് പിടിച്ചിരിക്കും. നിൽക്ക് നിങ്ങൾ ആരാ? എന്താ വേണ്ട നിങ്ങൾക്ക്? നിങ്ങളതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ, നിങ്ങൾ എങ്ങോട്ട് പോകുന്നു എന്നൊക്കെ ചോദിക്കണം. അയ്യോ, പിന്നെ ഞങ്ങൾ പാചകക്കാരുടെ കൂടെ വന്നതാ, ഞങ്ങളാണ് കൂടുതൽ പാചകം ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വേലുവാണെങ്കിൽ, അതേ രതീഷ് അണ്ണ, അതെ അയാളെ തടയേണ്ട ആവശ്യമില്ല, ഞാൻ അയാളെ ഇന്നലെയും കണ്ടതാണെന്നൊക്കെ പറയുകയാണ്. എന്നാൽ പിന്നെ കുഴപ്പമില്ല, കയറി പോടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരങ്ങോട്ട് കയറി പോവുകയാണ്. ഇവരങ്ങോട്ട് കയറി പോയി കഴിഞ്ഞപ്പോഴേക്കും ദേ ഒരാൾ ജ്യൂസുമായിട്ട് വരികയാണ്. അപ്പം ജ്യൂസുമായിട്ട് നിൽക്ക് ചെറുക്ക, അവിടെ നിന്നേ നീയ. അതെ വേലു, ഈ ഒരു ഗ്ലാസ് ജ്യൂസ് കുടിച്ചേ, ഞാനും കുടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും ഒരേ ഗ്ലാസ് ജ്യൂസ് എടുത്ത് കുടിക്കുക. അതിനുശേഷം അതിൽ നിന്നൊരു ജ്യൂസ് കപ്പ് എടുത്തിട്ട് നമ്മുടെ വേലുവിൻ്റെ കൈ കൊടുത്തിട്ട് ഇതേ ദിലീപിനോടെ കൊടുത്തേര് എന്നും പറഞ്ഞ് വേലുവിനടുത്ത് പറഞ്ഞു വിടുകയാണ്. അതിനുശേഷം നമ്മുടെ ജ്യൂസുകാരനോട്, അതെ എൻ്റെ പൊന്നനിയ, വേറൊന്നും കൊണ്ടല്ല, ടെൻഷൻ കൊണ്ടാ ഇതെല്ലാം ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കണത്. കാരണം ഇവിടെ ഒരുത്തൻ ഭീഷണിയുമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അവൻ ഏത് വഴിക്കാണ് വരുന്നതെന്ന് അല്ലെങ്കിൽ ആൾക്കാരെ എങ്ങനെയാണ് പറഞ്ഞു വിടുന്നതെന്നൊന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് എൻ്റെ പൊന്നനിയ, നീ ക്ഷമിച്ചേര്, നീ കയറിപ്പോയിക്കോ, എല്ലാവർക്കും ജ്യൂസ് കൊടുത്തരും, നിൻ്റെ വിശ്വാസമാണ് എന്ന് പറഞ്ഞ് രതീഷ് ഇയാളെ കയറ്റി വിടുകയാണ്. അപ്പോൾ രതീഷിനാണെങ്കിൽ ആകെ ടെൻഷനുമുണ്ട്. ഇനിയിപ്പോൾ അവനെ ഏത് വഴിയാണ് വരാൻ പോകുന്നതെന്ന് ആലോചിച്ചിട്ട് രതീഷിനൊരൊത്തും പിടിയും കിട്ടുന്നില്ല. അങ്ങനെ പിന്നീട് കാണിക്കുന്ന കിരണാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തേരപ്പാരെ നടക്കുക. ഏത് സമയം ഏത് ആക്രമണം ഉണ്ടാവുമല്ലോ എന്നൊക്കെ പ്രതീക്ഷയാണ് കിരൺ ഭയങ്കര ടെൻഷൻ എടുക്കണം. അപ്പോൾ ദാമോണം വന്നിട്ട്, ഇതെന്താ മോനെ കിരണേ, ഇത് നിന്നെ അവിടെ ആൾക്കാരൊക്കെ തിരക്കുന്നുണ്ട്, നീ അങ്ങോട്ട് ചെല്ല്, മുഹൂർത്തത്തിന് സമയമായില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ആ കാര്യങ്ങളെല്ലാം അവർ നോക്കിക്കോളും. പക്ഷേ എനിക്ക് മറ്റു ചില കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഞാനിവിടെ കാവൽ കെട്ടി നിന്നില്ലെങ്കിൽ അവൻ ഏത് വഴിക്ക് വരുന്നെന്ന് പറയാനായിട്ട് പറ്റില്ല ദാമോണം വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തേര്. മുഹൂർത്ത സമയമാകുമ്പോൾ അനുഗ്രഹിക്കാനൊക്കെ ഞാൻ വന്നോളാന്നേ, അതുവരെ എനിക്ക് ഇവിടെ തന്നെ ഉണ്ടായാൽ മതിയാവുള്ളൂ, എൻ്റെ കണ്ണ് എല്ലായിടത്തും എത്തണം എന്നൊക്കെ കിരൺ പറയുകയാണ്. ശരി, എങ്കിൽ പിന്നെ നിന്റെ ആഗ്രഹമാണെങ്കിൽ അങ്ങനെ തന്നെ നിന്നോട്ടെ, എനിക്കിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനായിട്ട് സാധിക്കില്ലല്ലോ. ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് ദാമോണ്ണം പോവുകയാണ്. അപ്പോൾ കിരണാണെങ്കിൽ ജെല്ലിക്കൂടി ഇങ്ങനെ പുറത്തേക്ക് തന്നെ നോക്കുക. ഇനി അവിടെ ആരെങ്കിലും നിൽക്കുന്നുണ്ടോ, വേഷമാറി നിൽക്കുന്നുണ്ടോ, സംശയകരമായ ആരെ കണ്ടാലും പൊക്കണമെന്നും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ഈ കിരൺ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കാർത്തികയാണ്. അപ്പോൾ കാർത്തികയെ വീണ്ടും ഇങ്ങനെ ഒരുക്കുക. ഇത്ര ഒരുക്കിയായിട്ട് ഇവർക്കൊന്നും മതിയാവുന്നില്ല. കാർത്തിക ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചി നിർത്തല്ലേ ചേച്ചി, ഞാൻ കുറച്ചും കൂടി ഒന്ന് മേക്കപ്പ് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണം ഇങ്ങനെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദാമണ്ണ പറയും. അപ്പോൾ ദാമണ്ണനോട് ചോദിക്കുകയാണ്, അല്ല കിരൺ എവിടെ? കിരൺ എന്താണ് ഈ വശത്തേക്ക് ഒന്നു പോലും വരാത്തത്? അതെ കിരണേ അവിടെ തന്നെയുണ്ട്, നിങ്ങൾക്കെല്ലാം കാവലായിട്ടാണ് കിരൺ നിൽക്കുന്നത്. പക്ഷേ ഇത് വല്ലാത്തൊരു കഷ്ടമാണ് കേട്ടോ. കിരൺ ഈ സമയത്തില്ലെങ്കിൽ എന്തൊരു കഷ്ടമാണ്. അതൊന്നും പേടിക്കേണ്ടതേ, മുഹൂർത്ത സമയത്ത് കിരൺ വന്നോളും, നിങ്ങൾ അനുഗ്രഹിക്കുകയും ചെയ്തോളും, അതിനെക്കുറിച്ചൊന്നും പേടിക്കേണ്ട ആവശ്യമേ ഇല്ല എന്നൊക്കെ പറയാം. അപ്പോൾ ചേച്ചി, ദേ ചേച്ചിയുടെ ഭാഗ്യമാണ് ദേ ഇങ്ങനൊരു അളിയനെയൊക്കെ കിട്ടിയതെന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോഴാണ് ദേ മൂങ്ങാമുത്തശ്ശി വരുന്നത്. അപ്പം മുത്തശ്ശി വന്നിട്ട്, ആഹാ പുതുപ്പെണ്ണിൻ്റെ ഒരുക്കമൊന്നും കഴിഞ്ഞില്ലേ, ഇതെന്താ ഇത്? എളുപ്പം പെട്ടെന്ന് ഒരുങ്ങ്, മുഹൂർത്തമൊക്കെ ഇങ്ങോട്ട് അടുത്ത്. എൻ്റെ മുത്തശ്ശി ഒരുങ്ങിയൊക്കെ എപ്പോഴേ കഴിഞ്ഞതാ, പക്ഷേ ഇവരെന്നെ വിടുന്നുണ്ടോ? ഇവരാണെങ്കിൽ വീണ്ടും എന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയല്ലേ. മതി, ഒരുക്കമൊക്കെ ഇത്രയും മതി. അവിടെ ചെറുക്കന് ധൃതിയായി, ചെറുക്കനും കൂട്ടുകാരൊക്കെ അവിടെ വന്നിരിക്കുകയല്ലേ. ദേ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലണം മോളെ. പിന്നെ ദേ ഈ ദിലീപിനെ പോലൊരു ആളെ കിട്ടിയത് നിൻ്റെ
ഏറ്റവും വലിയ ഭാഗ്യമാണ്. അങ്ങനെ തന്നെ കരുതിയാൽ മതി. അപ്പോഴേക്കും കല്യാണമാണെങ്കിൽ അത് പറഞ്ഞാൽ ശരി തന്നെയാ. ചേച്ചിക്ക് കല്യാണം വേണ്ട വേണ്ട, ഈ കല്യാണത്തോട് എന്നെ നിർബന്ധിക്കേണ്ട, ഈ കല്യാണത്തിൽ നിന്ന് ഞാൻ പിന്മാറാൻ പോവാന്ന് പറഞ്ഞാലും ഈ കല്യാണം മുടങ്ങിയിരുന്നെങ്കിൽ ചേച്ചിയുടെ മനസ്സിൽ ഭയങ്കര ഒരു സങ്കടം ഉണ്ടായിരുന്നേനെ. അല്ലേ ചേച്ചി എന്നൊക്കെ കല്യാണം ചോദിക്കുകയാണ്. അത് പിന്നെ അങ്ങനെയല്ലേ, എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു സങ്കടം ഉണ്ടായിരുന്നു. കാരണം ദിലീപേട്ടനെ പോലൊരു നല്ലൊരു ചെറുപ്പക്കാരനെ കിട്ടുക എന്നൊക്കെ പറഞ്ഞത് അത് വലിയൊരു മഹാഭാഗ്യം ചെയ്തിട്ട് തന്നെയായിരിക്കും. അങ്ങനെ ഒരു കല്യാണം മുടങ്ങിപ്പോയാൽ എനിക്ക് സങ്കടം തന്നെയായിരിക്കും. പക്ഷേ അങ്ങനെ നടക്കില്ല ചേച്ചി. ദിലീപേട്ടൻ തന്നെ ചേച്ചിയുടെ കഴുത്തിൽ താലി കെട്ടാൻ ഇന്ന് പോവല്ലേ, അതിനുള്ള തയ്യാറെടുപ്പല്ല നമ്മളെടുത്തത്. ഇനി അതിനെക്കുറിച്ച് ഓർത്തൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല ചേച്ചി എന്നൊക്കെ കല്യാണി പറയാ. അപ്പം നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ അത് ശരിയാ, എത്രയും പെട്ടെന്നേ എന്തായാലും വരാൻ നോക്ക്, ഒരുങ്ങിയതൊക്കെ മതി. അപ്പോൾ നമ്മുടെ അമലുവിനെ കാണുകയാണ്. അപ്പം അമലു ആണെങ്കിലും ഒന്നും മിണ്ടാതെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അതെന്താ മാറി നിൽക്കുന്നത് അമലു? ആഹാ, ഇവിടെ ഒരാൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നല്ലേ, പേടിക്കണ്ട, അടുത്ത കല്യാണം മോളുടെ തന്നെയാ, മോളുടെ മണവാള ചെറുക്കനെ ദേ ആ കല്യാണ പന്തലിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഓടി നടക്കുക. ഭയങ്കര ഉത്തരവാദിത്തമുണ്ട് മോളുടെ മണവാള ചെറുക്കന് എന്നൊക്കെ പറയുമ്പോൾ അമലുവിന് അത് അത്ര വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ബാക്കി എല്ലാവർക്കും വളരെ സന്തോഷവും അതൊക്കെ ഇങ്ങനെ തോന്നി. അതിന് അടുത്തത് അമലുവിൻ്റെ കല്യാണം ആണല്ലോ, എത്രയും പെട്ടെന്ന് വേലുവിൻ്റെയും അമലുവിൻ്റെയും കല്യാണം നടത്തണമെന്നൊക്കെയാണ് ഇവരുടെ മനസ്സിൽ ചിന്ത. അങ്ങനെ നമ്മുടെ ദിലീപിനെ കാണിക്കുകയാണ്. അപ്പോൾ ദിലീപിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പ്രകാശിൻ്റെ കണ്ണുകളൊക്കെ ഇങ്ങനെ നിറയുക. എന്തായാലും ദിലീപെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ, നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു അഭിമാനം തോന്നുന്നു. നീ കാരണമാണ് ഇപ്പം എൻ്റെ മോളുടെ കല്യാണം നടക്കാനായിട്ട് പോകുന്നത് ദിലീപെ. എത്ര തടസ്സങ്ങളൊക്കെ ഉണ്ടായി, എന്നിട്ടും അതിനെല്ലാം നീ വെല്ലുവിളിച്ചുകൊണ്ട് എൻ്റെ മോളുടെ കഴുത്തിൽ താലി കെട്ടാൻ പോകില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശിൻ്റെ ഭയങ്കര ഒരു ഡയലോഗ്. പ്രകാശിനാണെങ്കിൽ സങ്കടം സഹിക്കാനും പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ ദിലീപിനെ നേരെ കല്യാണ പന്തലിലേക്ക് കൊണ്ടു ചെല്ലുക, ആ ഒരു ഓഡിറ്റോറിയത്തിൽ, ആ ഒരു ഇരിപ്പിടത്തിലേക്ക് കൊണ്ടു ചെല്ലുക. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും സദസ്സിൻ്റെ മുന്നിൽ നോക്കി നമസ്കരിക്കാനും ഈ പൂജാരി പറയണം. അതേപോലെ തന്നെ ദിലീപ് അത് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ദിലീപിനോട് അവിടെ ഇരിക്കാൻ പറയുക. പ്രകാശിൻ്റെ കണ്ണുകളൊക്കെ നിറയുകയാണ്. അപ്പോഴും ഈ ദിലീപിൻ്റെ അമ്മയോട് പറയണതേ, നിങ്ങളും സങ്കടപ്പെടണ്ട കേട്ടോ, എൻ്റെ മോള് നല്ല കുട്ടിയാണ്. ഇവരുടെ എൻ്റെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇവർ ജീവിക്കും, അതിൽ യാതൊരു തടസ്സവും ഉണ്ടാവില്ല, നിങ്ങൾ ഭാഗ്യം ചെയ്ത അമ്മായിയമ്മയാണ് എന്നൊക്കെ പ്രകാശം പറയാം. അപ്പം പ്രകാശിൻ്റെ ആ വാക്കുകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദിലീപിൻ്റെ അമ്മയ്ക്കും ഭയങ്കര സന്തോഷം തോന്നുകയാണ്. എന്തായാലും നല്ല മരുമകളെ തന്നെയാണ് കിട്ടുന്നത്, ഇനി ഇവരുടെ ജീവിതം സമാധാനപരമായിട്ടുള്ള ജീവിതം ആയാൽ മതി, ഇത്രയും മാത്രമേ ദിലീപിൻ്റെ അമ്മയും ചിന്തിക്കുന്നുള്ളൂ. ദിലീപാണെങ്കിൽ ഭയങ്കര ആകാംക്ഷയോടെ ഇരിക്കുകയാണ്, ഇങ്ങനെ കാർത്തികയും കാത്തുണ്ട്. അങ്ങനെ കാർത്തിക അവിടെ തന്നെ ഇങ്ങനെ ഇരുന്ന് കണ്ണാടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചി ദേ മുഹൂർത്ത സമയമായി, നമുക്ക് പോയാലോ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് കിരൺ അങ്ങോട്ട് വരുന്നത്. ആഹാ കിരണേട്ടൻ ഇത് എവിടെയായിരുന്നു കിരണേട്ടാ? അത് പിന്നെ ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നാലും കിരണേട്ടൻ ഇങ്ങനെ മാറി നിൽക്കുന്നത് ശരിയല്ല കേട്ടോ, ഇവരെ അനുഗ്രഹിക്കാനുള്ള ഇതായില്ലേ, അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്, ഇവരെ അനുഗ്രഹിക്കാൻ വേണ്ടി തന്നെയാണല്ലോ വന്നത്. എന്താ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു, ഇനി കിരണേട്ടൻ വന്ന് അനുഗ്രഹിക്കണം എന്നൊക്കെ കല്യാണി പറയാ. അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അതെ കിരണിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് പോലെ വരികയാണ്. അപ്പം മെസ്സേജ് പോലെ വന്ന് മെസ്സേജ് നോക്കി കഴിഞ്ഞപ്പോഴേക്കും കിരണാണെങ്കിൽ പുറത്തേക്ക് ഞാനിപ്പോൾ വരാട്ടെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടിപ്പോവുക. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കല്യാണിക്ക് എന്തൊക്കെയോ സംശയം. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും കൂടെ പറയണം, എന്താ കിരണിൻ്റെ ഉത്തരവാദിത്തം കണ്ടില്ലേ, ആ പാവം ചെറുക്കൻ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞ് തിരിഞ്ഞ് ഓരോ കാര്യത്തിന് വേണ്ടി ഓടി നടക്കുകയാണ്. ആ ഒരുത്തം കാരണമല്ല, ഗംഗാപ്രസാദ് കാരണമല്ലേ ഇപ്പോൾ കിരണൊരു മനസ്സമാധാനമല്ല നിൽക്കുന്നത്. മോളെ കാർത്തികേ, ദേ മോളെ വെയിറ്റ് ചെയ്ത് അവിടെ നമ്മുടെ ദിലീപ് പന്തല് തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. കല്യാണ പെണ്ണ് വരാൻ വേണ്ടി വളരെയേറെ ആകാംക്ഷയോടുകൂടി തന്നെ ഇരിക്കുന്നത്, നമുക്ക് അങ്ങോട്ട് പോകണ്ടേ എന്നൊക്കെ കാർത്തിയോട് പറയുകയാണ്. പക്ഷെ അപ്പോഴും കല്യാണിയുടെ മുഖത്ത് ഭയങ്കര ടെൻഷനാണ്. നിങ്ങൾ ഏതായാലും ചെല്ല്, ഞാൻ ഏതായാലും കിരണേട്ടനെ ഒന്ന് നോക്കിയിട്ട് വരാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് കിരണെ നോക്കാൻ വേണ്ടി നേരെ അങ്ങോട്ട് പോവാം. പക്ഷേ ഈ സമയം തന്നെ കിരൺ ആ മെസ്സേജ് എടുത്ത് നോക്കുക. ആ മെസ്സേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും കിരണാകെ ഞെട്ടിപ്പോയി. കാരണം അതിലിങ്ങനെ വന്നിരിക്കുകയാണ്, നിങ്ങളെ അപായപ്പെടുത്താൻ വേണ്ടി അവൻ എത്തിക്കഴിഞ്ഞു, നിങ്ങളുടെ ശത്രു അതിൻ്റെ ഉള്ളിൽ കടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ടൊരു മെസ്സേജ് വന്നിരിക്കുന്നത്. ഇത് കണ്ടതിൽ ഈ കിരണാണെങ്കിൽ ആകെ ഞെട്ടി വരച്ചൊരു അവസ്ഥയിലായി പോവുകയാണ്. അങ്ങനെ കിരൺ നേരെ നമ്മുടെ രതീഷിനെ വിളിക്കുകയാണ്. അതെ
എൻ്റെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് വരണമെന്നും രതീഷിനോട് പറയുകയാണ്. അങ്ങനെ രതീഷ് നേരെ കിരണിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്താ കിരണളിയ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക, കിരൺ സാറേ എന്ന് ചോദിക്കുക. അപ്പോൾ കിരണാണെങ്കിൽ ആ ഒരു മെസ്സേജ് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രതീഷും ഒക്കെ പേടിച്ചു നോക്കുകയാണ്. സാറ് സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് എവിടെയാണെങ്കിലും കണ്ടെത്താം. അങ്ങനെ അവനകത്തേക്ക് കടത്താനായിട്ട് സമ്മതിക്കില്ലല്ലോ. സംശയപരമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രതീഷ് ഭയങ്കര ധൃതിയിൽ അങ്ങോട്ട് ചെല്ലുക. രതീഷ് അങ്ങനെ ധൃതിയിൽ ചെന്നപ്പോഴേക്കും കിരണാണെങ്കിൽ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇനിയിപ്പോൾ അവൻ എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അവൻ തന്നെ മെസ്സേജ് അയച്ചതായിരിക്കോ? എന്തായാലും ശത്രു നമ്മളുടെ പിന്നിൽ തന്നെയുണ്ട്. ഈ കല്യാണ പന്തലിലേക്ക് അവൻ കടക്കാതെ സൂക്ഷിക്കുകയും വേണം. അവൻ ഏത് സമയം നമ്മളുടെ പിന്നാലെ തന്നെ ഉണ്ടെന്ന് കിരൺ മനസ്സിലാക്കിയാണ്. അങ്ങനെ കിരണാണെങ്കിൽ ഒരു മനസ്സമാധാനമില്ല. സമയം തന്നെ കല്യാണി വരികയാണ്. അപ്പോൾ കല്യാണി ആണെങ്കിൽ കിരണേട്ടൻ എവിടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നോക്കുക. പക്ഷേ അപ്പോഴാണ് ഗംഗാപ്രസാദ് അകത്തേക്ക് കിടന്നത്. അപ്പോൾ കല്യാണിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഗംഗാപ്രസാദ് നേരെ ഓടിച്ചു നിൽക്കുക. പക്ഷെ അവിടെ ഇങ്ങ് നോക്കിയിട്ട് കിരണിനെ കാണാത്ത കൊണ്ട് കല്യാണി അവിടെ നിന്ന് പോവുകയും ചെയ്യാണ്. അപ്പോൾ ഗംഗാപ്രസാദ് ആണെങ്കിൽ ഒരു കണ്ണാടിയുടെ മുന്നിൽ വന്ന് ഇങ്ങനെ നിന്ന് തൻ്റെ തോക്കുകൾ എടുത്ത് ഇങ്ങനെ ചൂണ്ടി നിൽക്കുകയാണ്. ഇന്നത്തോടെ അവളുടെ അവസാനമായിരിക്കുമെന്ന്. അപ്പോൾ കിരൺ വരുന്നുണ്ടെപ്പോഴേക്കും പെട്ടെന്ന് ബാത്റൂമിലേക്ക് കയറി ഒളിക്കുകയാണ് ഈ ഗംഗാപ്രസാദ്. കുറ്റിയിടുകയാണ്. അങ്ങനെ ഇവർ പോയെന്നല്ല അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗംഗാപ്രസാദ് വീണ്ടും ബാത്റൂമിൽ നിന്ന് ഇറങ്ങുക. അപ്പോൾ ആ കല്യാണ പന്തലിലേക്ക് ഗംഗാപ്രസാദ് കടന്നുകൂടി വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ കല്യാണം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും മോളെ നീ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. അത് പിന്നെ ഞാൻ കിരണേട്ടനെ പോയി അന്വേഷിക്കാൻ വേണ്ടി പോയത്, അവിടെ എങ്ങും കാണുന്നില്ല, എവിടെ പോയോ എന്തോ. ഇതിപ്പോൾ വല്ലാത്തൊരു ഇതായി പോയല്ലോ. ധൃതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പാഞ്ഞ് നടക്കുകയാണ് കിരണേട്ടനെ കാണാൻ പോലും കിട്ടുന്നില്ലെന്നൊക്കെ പറയാം. അപ്പോഴാണ് പ്രകാശിൻ്റെ വരവ്. മോളെ മക്കളെ ഒരുങ്ങിക്കഴിഞ്ഞോ മക്കളെ എന്നൊക്കെ ചോദിക്കുമ്പോൾ പിന്നെ ഒരുങ്ങിക്കഴിഞ്ഞു, ഇനി കല്യാണ പന്തലിലേക്ക് നമുക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ ആ കല്യാണ പന്തലിലേക്ക് പോകാമെന്ന് പറയാം. അങ്ങനെ അച്ഛൻ്റെ അനുഗ്രഹം മേടിക്കുകയാണ് നമ്മുടെ കാർത്തിക. അപ്പോൾ പ്രകാശിന് ഭയങ്കര സന്തോഷം തോന്നി. മോളെ നിന്റെ കല്യാണം നടന്ന് കാണണമെന്നായിരുന്നു അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അത് ഇപ്പം നടക്കാനായിട്ട് പോവുകയാണ്. നിനക്ക് നല്ലൊരു ചെറുപ്പക്കാരനാണ് കിട്ടിയിരിക്കുന്നത്, നിന്റെ ജീവിതം അടിപൊളിയായി തീരും എന്നൊക്കെ വളരെയേറെ നല്ല മനസ്സോടുകൂടി തന്നെ പ്രകാശൻ കാർത്തികയെ അനുഗ്രഹിക്കുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ലക്ഷ്മിക്കും ഭയങ്കര സന്തോഷം തോന്നുക. അങ്ങനെ കാർത്തികയുടെ കൈയും പിടിച്ചുകൊണ്ട് നമ്മുടെ പ്രകാശനാണെങ്കിൽ നേരെ കല്യാണ മണ്ഡപത്തിലേക്ക് ഇങ്ങനെ നടക്കുക. അങ്ങനെ നടന്ന് നേരെ ആ കല്യാണ മണ്ഡപത്തിലേക്ക് കയറുകയാണ്. അപ്പോൾ ദിലീപിനോട് പറഞ്ഞതുപോലെ തന്നെ പൂജാരി കാർത്തികയോടും പറയുകയാണ് സദസ്സിന് മുന്നിൽ നമസ്കരിക്കുക എന്ന് പറഞ്ഞോട്ട് നമ്മുടെ കാർത്തിക അതേപോലെ ചെയ്യുക. എന്നിട്ട് നേരെ ദിലീപിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഇരിക്കുക. ദിലീപ് കാർത്തികയെ തന്നെ നോക്കുകയും ചെയ്യാണ്. കാർത്തിക അതേപോലെ തന്നെ ഇവർ ഭയങ്കര സന്തോഷത്തിലും ഇരിക്കുകയാണ്. അപ്പോൾ ഈ സമയം തന്നെ ഗംഗാപ്രസാദ് ഉള്ളിലേക്ക് കടന്നല്ലോ. ഇവർ രണ്ടുപേരും ഇരിക്കുന്ന സീനൊക്കെ നമ്മുടെ ഗംഗാപ്രസാദ് കാണുകയാണ്. താലി കെട്ടുന്ന ആ നിമിഷം ഇവളെ വെടിവെച്ച് വീഴ്ത്തണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഗംഗാപ്രസാദിൻ്റെ കയ്യിൽ ആ തോക്കിരിക്കുന്നത്. ഇവർ തീർന്നു കഴിഞ്ഞാൽ ആ കിരണിനെയും കല്യാണിയെയും ബാക്കിയുള്ളവരെല്ലാവരെയും തീർക്കണം. അതാണ് ഗംഗാപ്രസാദിൻ്റെ മനസ്സിലിരിപ്പ്. അങ്ങനെ ഒരേ കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ കിരണെ അന്വേഷിച്ചെടുക്കുകയാണ് കല്യാണി. പക്ഷേ കിരണേട്ടനെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ വെപ്രാളത്തിൽ. അപ്പോൾ ഏതായാലും മുഹൂർത്ത സമയമായിട്ടോ, ഇനി ആരെയും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, കല്യാണം അങ്ങോട്ട് നടത്തിയാലോ, താലികെട്ട് അങ്ങോട്ട് നടത്തിയാലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ ദിലീപിൻ്റെ അമ്മ ആ താലി അങ്ങോട്ട് കയ്യിലെടുക്കുക. അപ്പോൾ കയ്യിലെടുത്തിട്ട് ഇനിയൊന്നും നോക്കണ്ട, ആ താലി ചെറുക്കൻ്റെ കയ്യിലേക്ക് കൊടുത്തേര് എന്നിങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ചെറുക്കൻ്റെ കയ്യിലേക്ക് ആ താലി എടുത്ത് കൊടുക്കുക. ഇനിയും കെട്ടിക്കോളൂ, ഇനി ഒട്ടും വൈകിക്കണ്ട എന്ന് പറയുക. പക്ഷേ കിരണാണെങ്കിൽ അവിടെയൊക്കെ മുഴുവൻ ഇങ്ങനെ പരക്കം മാഞ്ഞ് ഓടി നടക്കുകയാണ്. അങ്ങനെ ദിലീപിൻ്റെ കയ്യിൽ കിട്ടിയ ആ താലി നമ്മുടെ കാർത്തികയുടെ കഴുത്തിൽ ഇങ്ങനെ ചാർത്താനായിട്ട് പോവുകയാണ്. ആ സമയം തന്നെ ഗംഗാപ്രസാദ് ആണെങ്കിൽ എവിടെയോ മറഞ്ഞിരുന്നു കൊണ്ട് തോക്കും ഈ കാർത്തികയുടെ നേരെ ചൂണ്ടിപ്പിടിച്ച് വെച്ചിരിക്കുകയാണ്. ഇപ്പം തന്നെ അവനെ തീർക്കണം, അല്ലെങ്കിൽ അവളെ തീർക്കണം എന്നും പറഞ്ഞുകൊണ്ടാണ് ഗംഗാപ്രസാദ് തോക്കും ചൂടി നിൽക്കുന്നത്. പക്ഷെ ഇതൊന്നും അറിയാതെ, സത്യങ്ങളൊന്നും അറിയാതെ നമ്മുടെ ദിലീപ് കാർത്തികയുടെ കഴുത്തിൽ താലി ചാർത്തുകയാണ്. ആ ഗംഗാപ്രസാദിൻ്റെ കരുന്നേച്ച ആ കാഞ്ചി വലിക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങാണ്. ആ സമയത്താണ് നമ്മുടെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത എപ്പിസോഡിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. അപ്പം നാളെ വരാനായിട്ട് പോകുന്നത് ഒരു കിടിലൻ ട്വിസ്റ്റ് തന്നെയായിരിക്കും. എന്താണെന്നറിയാൻ എല്ലാവരും കാത്തിരിക്കണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു സീഗൻ. ബൈ.